ഇതാണ് ജോംടിയൻ ബീച്ച്. നമ്മുടെ പട്ടായ ബീച്ച് പോലല്ല, ഇത് കുറച്ച് മനസമാധാനമുള്ള ഏരിയയാണ്. ഇവിടെ ഇന്ത്യൻസ് അങ്ങനെ അധികം എത്താറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മനസമാധാനമുള്ളൊരു ഏരിയയാണ്. ഫോറിനേഴ്സ് എസ്പെഷ്യലി റഷ്യൻസാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ തിരക്കും ബഹളവും ഒന്നും ഇവിടെ ഇല്ല. ഈ ബീച്ച് വാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടുത്തെ പോലെ കെയോസ് ഒന്നും ഇല്ല ഇവിടെ. തെങ്ങും ആൾക്കാരിരിക്കുന്നു, റിലാക്സ് ചെയ്യുന്നു, അവരവരുടേതായ പേഴ്സണൽ പരിപാടികളിൽ മുഴുകിയിരിക്കുന്നു. അവിടുത്തെ ബീച്ച് സൈഡ്. അപ്പുറത്തെ സൈഡിൽ നല്ല ബാറുകളുണ്ട്. അതും അവിടുത്തെ പോലെ ബഹളമോ സംഭവങ്ങളോ ഒന്നുമില്ല. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ നൈസായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം. വലിയ ബഹളവും ഒച്ചപ്പാടും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ആണ് ബെസ്റ്റ് ജോംടിയൻ ബീച്ച്. ഹോട്ടൽസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല ഗ്രിൽ ഹോട്ടൽസ് ഉണ്ട്, നല്ല അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ജോംടിയൻ ബീച്ച് വാക്ക്. പട്ടയ ബീച്ചുമായിട്ട് അവിടുത്തെ ബീച്ച് വാക്കായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഒരു 4-1 ആൾക്കാർ പോലും ഇവിടെ ഇല്ല. ഒച്ചപ്പാടില്ല, ബഹളമില്ല, ഫ്രീലാൻസേഴ്സ് ഇല്ല. നല്ല കിടിലൻ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. പട്ടയ ബീച്ചിൻ്റെ മെയിൻ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പാർക്കിംഗ് സ്ലോട്ടുകളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട്. അതുപോലെ റോഡ് അത്യാവശ്യം വൈഡാണ് അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അപ്പുറത്തെ സൈഡോട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ ആളുകൾ കുറവും റോഡ് കുറച്ചുകൂടെ വൈഡുമാണ്. പക്ഷേ എന്തുകൊണ്ടോ ആൾക്കാർ കൂടുതലെല്ലാവരും അവിടെയാണ് പോകുന്നത്. അവിടെയാണ് ആക്ടിവിറ്റീസ് എല്ലാം, ബാറുകൾ, ക്ലബ്ബുകൾ, വലിയ ബഹളങ്ങൾ. രണ്ടും രണ്ട് വൈബാണ്. ഈ സാധനങ്ങളെല്ലാം ഇവിടുത്തെ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കുന്ന സാധനമാണ്. അതിന് പറ്റിയൊരു ഏരിയയാണിത്. ഇതിലെയാണ് അതിൽ ഇറക്കി വിടുന്നത്. ഒറ്റ ഇന്ത്യക്കാരനും ഈ ഏരിയയിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇതുപോലെ തെങ്ങൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ബീച്ചുകൾ അവിടെ ഞാൻ കണ്ടില്ല. പട്ടയ ബീച്ചിൽ ഇതിവിടെയുള്ളൂ. ടൈപ്പ് ബേസിക്കലി അവിടുത്തെ ക്രൗഡ് വേറെ, ഇവിടുത്തെ ക്രൗഡ് വേറെ. ആരും ബഹളങ്ങളോ ഒരാളും ധൃതിയില്ലാതെ, ധൃതിയൊന്നും ആർക്കുമില്ല. അല്ലെങ്കിൽ ആ കേവസ് ഒന്നും വിടില്ല. മൊത്തത്തിൽ റിലാക്സ്ഡ്, ലെയ്ഡ് ബാക്ക്. ഇവിടെ മൊത്തം ഒരു ഫാമിലി ഓറിയൻറ്റഡ്, അവരുടേതായ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്രൂപ്പാണ് കൂടുതൽ. അപ്പുറത്ത് ഇന്ത്യൻ ആൾക്കാർ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ റഷ്യൻസാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് റഷ്യൻ ഭാഷയിൽ എഴുതിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. റഷ്യൻ ഭാഷയിൽ എഴുതിയ ഫ്രൂട്ട് സ്റ്റോള്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഏരിയയാണ്. കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഏരിയയാണ്. അഗെയിൻ ഇന്ത്യൻസ് ഇല്ല. ഈ ബാറുകളിലും എല്ലാം അവരെല്ലാം ഫോറിനേഴ്സാണ്. ടിപ്പിക്കൽ കൈൻഡ് ഓഫ് നൈറ്റ് മാർക്കറ്റാണ്. അതൊട്ട് വരുമ്പോൾ ബാറുകളും സാധനങ്ങളും എല്ലാം ഉണ്ട്. ലൈവ് മ്യൂസിക്കൊക്കെയാണ്.
ഇവരെല്ലാം ഞെട്ടുന്നുണ്ടാവും ഒരു ഇന്ത്യക്കാരനെ കണ്ട് കണ്ടോ ഒറ്റ ഇന്ത്യക്കാരൻ പോലും ആണ്ട ഒരു വരുന്നു അവൻ കണ്ടിട്ട് ഇന്ത്യനാണെന്ന് തോന്നുന്നു. ആൽക്കഹോളുണ്ട്, കുടിക്കാം കുടിക്കാം. ഫ്രൈഡ് ചിക്കൻ ഗ്രിൽഡ്, ഒരു കൺട്രി സൈഡ് മാർക്കറ്റ് പോലുണ്ട്. Sort of performances that win you the title. Stitch you away from you, aren't they? Thânประธานเดี๋ยววันที่ 17อย่าลืมมานะเขาเปิดเจสกี ഈ മാർക്കറ്റിൻ്റെ പേര് മാർക്ക് മാർക്ക്